Hi friends, welcome to Revealworldmalayalam. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ദിവസവും വിചിത്രവും വ്യത്യാസവുമായിട്ടുള്ള പല വീഡിയോകളും കാണാറുണ്ട്. നിങ്ങളും യൂട്യൂബിൽ ദിവസവും പുതിയ വീഡിയോകൾ കാണുന്നുണ്ടാകും. ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ക്യാമറയിൽ പതിഞ്ഞ വളരെ റെയർ ആയിട്ടുള്ള മൊമെന്റ്സുകളെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതുപോലെ ഇൻഫർമേറ്റീവും വെറൈറ്റിയും ആയിട്ടുള്ള വീഡിയോകൾ ആദ്യമേ കാണാൻ വേണ്ടി റിവീൽ വേൾഡ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ഓൾ ആക്കി വെക്കാനും മറക്കരുത്. നമ്പർ 9. ഫ്രണ്ട്സ്, ദേഷ്യം എല്ലാ മനുഷ്യർക്കും വരാറുണ്ട്. എന്നാൽ അത് അത്ര നല്ല ഒരു ശീലമല്ല. എന്നാൽ ഇടയ്ക്കിടെ ചിലർ വല്ലാതെ ദേഷ്യപ്പെടാറുണ്ട്. നിങ്ങൾ പലപ്പോഴും അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ടാകും. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്നവരാണിവർ. നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഡെലിവറി മാൻ വീട്ടിലേക്ക് സാധനം ഡെലിവറി ചെയ്യാൻ വന്നതായിരുന്നു. എന്നാൽ അന്ന് ഹലോവീൻ സീസൺ ആയിരുന്നതുകൊണ്ട് ആ ഒരു വീടിന്റെ മുൻപിൽ തന്നെ മത്തനും മറ്റ് ഭയപ്പെടുത്തുന്ന കളിപ്പാട്ടങ്ങളും ആ വീട്ടുകാർ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡെലിവറി മാൻ ബോക്സുകൾ എടുത്ത് വീട്ടിലേക്ക് വരികയായിരുന്നു. സിറ്റൗട്ടിലേക്ക് കയറുന്ന സമയം ഒരു മത്തന്റെ മേൽ കാൽ ചവിട്ടി പോവുകയും തെന്നി വീഴുകയും ചെയ്തു. അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ദേഷ്യം വന്നു. ആ വീടിന് മുമ്പിൽ വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും ചവിട്ടി തകർക്കാൻ തുടങ്ങി. ഭാഗ്യത്തിന് അവിടെ ഒരു മനുഷ്യരും ഉണ്ടായിരുന്നില്ല. ഭ്രാന്ത് പിടിച്ചതുപോലെ എല്ലാ സാധനങ്ങളും ദേഷ്യം കൊണ്ട് നശിപ്പിച്ചു. ആ വീടിന്റെ വാതിലൊന്ന് ശരിക്കും നോക്കി. അപ്പോഴാണ് അവിടെ ക്യാമറ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം കണ്ടത്. അയാളുടെ ദേഷ്യം മുഴുവൻ തണുക്കുകയും കൺഫ്യൂഷനായി നിന്നു പോവുകയും ചെയ്തു. ക്യാമറയുടെ അടുത്ത് വന്നിട്ട് നഷ്ടപരിഹാരമായി പണമെടുത്ത് വാതിലിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തു. ഈ ഒരു കാഴ്ചകൾ ശരിക്കും പൊളിയാണെന്ന് വേണം പറയാം. നമ്പർ 7. നിങ്ങളെല്ലാവരും കുറേയധികം റെസ്റ്റോറൻറ്റുകളിൽ നിന്നും എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും. എന്നാൽ ബീച്ചിനരികിലുള്ള റെസ്റ്റോറൻറ്റുകളാണെങ്കിലോ നല്ല വ്യൂ കണ്ടുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. നിങ്ങൾ ഇനി കടലിനരികിലാണ് താമസിക്കുന്നതെങ്കിൽ ബീച്ച് റെസ്റ്റോറൻറ്റുകൾ എന്തായാലും കണ്ടിട്ടുണ്ടാകാം. എന്നാൽ ചിലപ്പോൾ അവിടം പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ട്. കാരണം തിരമാലകൾ ശക്തിയായി വന്നാൽ അവിടം നശിക്കാൻ ചില നിമിഷങ്ങൾ മാത്രം മതിയാവും. നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോയിൽ ഒരു ബീച്ച് റെസ്റ്റോറൻറ്റിൽ പിടിപ്പിച്ച CC ക്യാമറയിലെ ദൃശ്യങ്ങളാണ്. ഈ ഒരു വീഡിയോയിൽ വെയിറ്റേഴ്സ് റെസ്റ്റോറൻറ്റ് ക്ലോസ് ആയതിനു ശേഷം അവിടം വൃത്തിയാക്കുകയായിരുന്നു. ആ ജോലിക്കാരെല്ലാവരും അവരുടെ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു കൂറ്റൻ തിരമാല അവിടത്തേക്ക് ആഞ്ഞടിച്ചു. ആ ജോലിക്കാർ വാതിലുകളും ജനലുകളും അടച്ച് വെള്ളം നിർത്താൻ ശ്രമിച്ചു. ആ വെള്ളം മുഴുവൻ ഹോട്ടലിന്റെ ഉള്ളിലേക്ക് ആഞ്ഞു വരികയും മുഴുവൻ സാധനങ്ങളെയും നശിപ്പിച്ചു കളയുകയും ചെയ്തു. ഈ ഒരു സീൻ യഥാർത്ഥത്തിൽ വളരെ ടെറിഫയിങ് ആണ്. നമ്പർ 7. നിങ്ങളിൽ പലരും പുല്ലുവെട്ടുന്ന ഈ ഒരു ട്രിമ്മർ മെഷീൻ കണ്ടിട്ടുണ്ടാകും. പൂന്തോട്ടങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്ക് നൽകാൻ വേണ്ടി സാധിക്കും. ഈ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു ലിവർ വലിച്ചാൽ ഉടൻ തന്നെ ഇത് നീങ്ങാൻ തുടങ്ങും. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ആ വീടിന്റെ ഉടമസ്ഥൻ പുല്ല് കട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് വീടിനുള്ളിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ അവിടെ കളിച്ചുകൊണ്ടിരുന്ന അയാളുടെ മകൻ ഫുട്ബോൾ കിക്ക് ചെയ്തപ്പോൾ ഈ ഒരു മെഷീനിന്റെ ലിവറിൽ വന്ന് പതിച്ചു. അതോടെ അത് മുന്നോട്ട് ചലിക്കാൻ വേണ്ടി തുടങ്ങി. ആ ഒരു മെഷീൻ മുന്നോട്ട് ചലിച്ച് ആ ഗാർഡനിലെ പുല്ല് മുഴുവൻ കട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഈ ഒരു സംഭവം മുഴുവൻ ഒരു കോഇൻസിഡൻസ് ആണെന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഗാർഡനിലുണ്ടായിരുന്ന പൂക്കളും മരങ്ങളും എല്ലാ സാധനങ്ങളും നശിപ്പിച്ചു കളഞ്ഞു. ഈ ഒരു സീൻ സത്യത്തിൽ വിയേർഡ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. നമ്പർ 6. സ്പോർട്സ് സ്റ്റേഡിയങ്ങളിലെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സീനുകൾ കാണാൻ സാധിക്കാറുണ്ട്. ആളുകൾ പബ്ലിസിറ്റിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൂട്ടും. തൻ്റെ ഫാനിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ഷോക്കിംഗ് സീനാണ് കാണാൻ സാധിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ റിംഗ് മൂവിയിലെ ഹൊറർ ക്യാരക്ടറായിരുന്നു. ഒരു ബേസ്ബോൾ മാച്ചിന്റെ പബ്ലിസിറ്റിക്കായി ജപ്പാനിൽ ഈ ഒരു ക്യാരക്ടറിനെ ഇൻവൈറ്റ് ചെയ്തതായിരുന്നു. അവർ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അതിശയപ്പെടുത്തി കളഞ്ഞു. നമ്പർ 5. ചില ആളുകൾ ജ്വല്ലറിയിൽ പോയി അവിടുത്തെ സ്വർണം മുഴുവൻ കാണുമ്പോൾ ഇതെല്ലാം സ്വന്തം വീടിന്റെ മുറിയിലായിരുന്നെങ്കിൽ എന്ന് കൊതിക്കാറുണ്ട്. സ്വർണം അത്രയും അധികം കണ്ടാൽ ആർക്കും പലപ്പോൾ അങ്ങനെ തന്നെ തോന്നാം. കള്ളന്മാരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. എത്ര ബുദ്ധിമുട്ടിയാലും അവർ സ്വർണം അടിച്ചു മാറ്റൽ എന്തായാലും നടത്തിയിരിക്കും. എന്നാൽ ചിലപ്പോൾ ആ പ്ലാനുകൾ കയ്യിന്ന് പോവാറുണ്ട്. അങ്ങനൊരു വീഡിയോയാണ് നാം ഈ കാണുന്നത്. ഒരു ജ്വല്ലറിയിലെ CCTVയിൽ പതിഞ്ഞ കാഴ്ചയാണിത്. ആ ഷോപ്പിനുള്ളിലേക്ക് ഒരു വ്യക്തി വന്ന് ചെയിനുകൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി. കണ്ട ഉടൻ തന്നെ എങ്ങനെയെങ്കിലും ഇത് അടിച്ചു മാറ്റണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. വാതിൽ തുറക്കാൻ വേണ്ടി ഓടി തുറക്കാൻ നോക്കി. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ഡോറ് ലോക്കായിരുന്നു. ഷോപ്പ് ഓണർ അങ്ങനെയൊരു സെക്യൂരിറ്റി സിസ്റ്റം അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. ആ വാതിലിന് പുറത്തു നിന്ന് മാത്രമേ തുറക്കാൻ കഴിയൂ. അകത്തു നിന്നും ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ തുറക്കാൻ കഴിയുള്ളൂ. ആ ഒരു വ്യക്തി ജ്വല്ലറിയുടെ എല്ലാ ഭാഗത്തും ഓടാൻ തുടങ്ങി. എന്നാൽ രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ ആ മാല തിരിച്ച് ഓണർക്ക് തന്നെ നൽകി. ഷോപ്പ് ഓണർ പോലീസിനെ വിളിക്കുകയും അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നമ്പർ 4. ഫ്രണ്ട്സ്, ചില സമയം ഇങ്ങനെയും ശക്തമായ മഴയും കാറ്റും ഉണ്ടാവാറുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ വലിയ വിപത്തുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള കാഴ്ച മറന്നിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. ശക്തമായ കാറ്റിന് ഒരു കാറിന് വരെ പൊക്കി ഇളക്കാൻ വേണ്ടി കഴിയും. എന്നാൽ ആ ഒരു കാഴ്ച ക്യാമറയിൽ പതിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ന്യൂയോർക്കിലെ ഒരു വീടിന് മുന്നിൽ പതിപ്പിച്ച CCTVയിലെ കാഴ്ചകളാണ്. ഈ ഒരു വീടിന് മുമ്പിൽ ഒരു കാറും ട്രെയിലറും പാർക്ക് ചെയ്തിരുന്നു. അവിടെ കാലാവസ്ഥ വളരെ മോശമായിരുന്നു. പെട്ടെന്ന്
ശക്തമായ കാറ്റ് ആഞ്ഞു വീശുകയും അവിടെ പാർക്ക് ചെയ്തിരുന്ന കാറിനെ എടുത്ത് ഫ്ലിപ്പ് ചെയ്യാൻ തുടങ്ങി. ട്രെയിലറും അതിന്റെ കൂടെ തന്നെ വലിച്ചു കൊണ്ടുപോയി. ആ ഒരു കാറിന്റെ ഭാരം 1000 കിലോയ്ക്ക് മുകളിലായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, കാറ്റിന്റെ ശക്തി എത്രമാത്രമുണ്ടെന്ന്. ഇത് ശരിക്കും അവിശ്വസനീയമല്ലേ? നമ്പർ 3. ബിയേഴ്സ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും അഗ്രസീവും ശക്തരുമായിട്ടുള്ള വന്യമൃഗങ്ങളിൽ ഒന്നാണ്. എന്നാൽ അവയ്ക്ക് ആരോടെങ്കിലും ദേഷ്യം പിടിച്ചാൽ അല്പം പോലും താമസിക്കാറില്ല. ഉടൻ തന്നെ അവർ ആക്രമിക്കാൻ ശ്രമിക്കും. ബ്ലാക്ക് ബിയേഴ്സ് അധികവും കഴിക്കാറ് മീനുകളും പുല്ലുകളും പുഴുക്കളും മറ്റ് ബെറീസും ഒക്കെയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു ബിയറിന് ഒരു ബർഗർ കഴിക്കാനുള്ള അവസരം കിട്ടിയാലോ അതിനായി അവർക്ക് കഫ്റ്റീരിയയിലൊന്നും പോകാൻ കഴിയില്ലല്ലോ. നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ ഈ ഒരു ബിയർ ഒരു കാടിനരികിലെ ഫാം ഹൗസിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ഡോർ സ്വയം തുറക്കുകയാണ്. എന്നിട്ട് അകത്തേക്ക് സാവധാനം കടന്നു. എന്നിട്ട് പതിയെ അകത്തിരുന്ന ചീസ് ബർഗർ എടുത്ത് കാട്ടിലേക്ക് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് കള്ളൻ എല്ലാവരെയും അതിശയിപ്പിച്ചു തന്നെ തുടങ്ങി. നമ്പർ 2. തിമിംഗലങ്ങൾ ലോകത്തിലെ വലിയ ജീവികളിൽ ഒന്നാണ്. എന്നാൽ ഇവ വലിയ അപകടകാരികളല്ലെങ്കിലും അതിന്റെ വലിപ്പം കാണുമ്പോൾ പലർക്കും ഭയം തോന്നാറുണ്ട്. അധികം ആളുകളും അതിന്റെ അരികിൽ പോലും പോവാറില്ല. ഈ ഒരു കാഴ്ചകൾ നമുക്ക് മനസ്സിലാക്കി തരും. ഈ ലോകത്ത് ചിലരുണ്ട്, അവർ ഈ ഒരു വലിയ വേലിന് പോലും ഭയപ്പെടാറില്ല. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഒരു കടലിലെ ബോട്ടിൽ നിന്നും റെക്കോർഡ് ചെയ്തിട്ടുള്ള കാഴ്ചകളാണ്. ആ ഒരു ബോട്ടിന്റെ അരികിലൂടെ തിമിംഗലം നീന്തി നടക്കുകയായിരുന്നു. ബോട്ടിലുണ്ടായിരുന്ന ഈ ഒരു വ്യക്തി തീരുമാനിച്ചു ആ തിമിംഗലത്തിന്റെ മേലെ ഒരു സവാരി ചെയ്താലോ. അദ്ദേഹം ആ ബോട്ടിന്റെ അരികിലേക്ക് വന്നിട്ട് താഴെ നീന്തിക്കൊണ്ടിരുന്ന തിമിംഗലത്തിന്റെ മുകളിലേക്ക് ചാടിക്കയറി. ഇത് യഥാർത്ഥത്തിൽ ഒരു മണ്ടൻ തീരുമാനമായിരുന്നെങ്കിലും ആ ഒരു തിമിംഗലം ഒന്നും അറിയാത്ത പോലെ അയാളെയും കൊണ്ട് നീന്താൻ തുടങ്ങി. മുകളിലേക്ക് ചാടി ആ ഒരു വ്യക്തിയും അതിന്റെ കൂടെ നീന്താൻ തുടങ്ങി. ഈ ഒരു യാത്ര സത്യത്തിൽ വിലമതിക്കാനാവാത്തതല്ലേ? നമ്പർ 1. ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഹെവി ബൈക്കുകൾ കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ ലുക്കും സ്പീഡും വളരെ സ്റ്റണ്ണിങ് ആയിരിക്കും. ലോകത്തിലെ കുറച്ച് ആളുകൾക്ക് മാത്രമേ എന്നാൽ ഈ ഒരു സൂപ്പർ ബൈക്കുകളൊക്കെ വാങ്ങാൻ സാധിക്കാറുള്ളൂ. അധികം ആളുകളുടെ കയ്യിലും സാധാരണ ബൈക്കുകളാണ് ഉണ്ടാവാറ്. ഈ ഒരു ബൈക്ക് ഓടിക്കുന്ന വ്യക്തിയുടെ ചങ്കൂറ്റം എങ്ങനെയാണോ അവർ ഒരു CT100 കൊണ്ട് ഡുക്കാട്ടിയുടെ ഫീൽ അനുഭവിക്കും. ഈ ഒരു വീഡിയോയിലെ ലേഡി ഡ്രൈവർ നല്ല സ്പീഡിൽ തന്നെ ബൈക്കിൽ പോവുകയായിരുന്നു. എന്നാൽ ചിലർ ആ ഒരു കാഴ്ച റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ഡെലിവറി മാൻ ചെറിയൊരു ബൈക്കിൽ വന്ന് അവരെ ഒരു ബോസിനെ പോലെ ക്രോസ് ചെയ്തിട്ട് പോയി. എന്തായാലും ഈ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡും കോൺഫിഡൻസും വിലമതിക്കാനാവില്ല. അയാൾ ലോകത്തിന് കാണിച്ചു തരികയാണ് ഞാനും അത്ര മോശക്കാരനൊന്നുമല്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമാർന്ന വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാൻ വേണ്ടി റിവീൽ വേൾഡ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ഓൾ ആക്കി വെക്കാനും മറക്കരുത്.